വയനാട് ദുരന്ത ബാധിതർക്ക് സർക്കാർ ഉടനെ, അതായത് ഈ വരുന്ന 25-ാം തീയതി 175 വീടുകൾ കൊടുക്കാൻ പോവാണ്. അപ്പം ലീഗിന്റെ വീടുകളും പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ലീഗും വീട് കൊടുക്കാൻ പോകുന്നു. 28-ാം തീയതി ലീഗിന്റെ വീടുകൾ റെഡിയായി. അപ്പം ഈ ഒരു ഘട്ടത്തിൽ ഇപ്പൊ പുറത്തു വരുന്ന ഒരു, അതായത് വലിയ രീതിയിൽ ഒരു വാർത്ത അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചാരം ഇപ്പൊ ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ലീഗിന്റെ വീടുകളെയും സർക്കാർ വെച്ചു കൊടുക്കുന്ന വീടുകളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗ് പറയുന്നത്, ഇപ്പൊ ലീഗ് തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലീഗ് പറയുന്നത് അവർ 1100 സ്ക്വയർ ഫീറ്റിന്റെ വീട് സർക്കാരിന് അതിലും കുറഞ്ഞത് എന്നുള്ള രീതിയിൽ വലിയൊരു കമ്പാരിസൺ നടക്കുന്നു. ലീഗ് വെച്ചു കൊടുക്കുന്ന വീടുകൾക്ക് 3 ബെഡ്റൂം, സർക്കാർ വെച്ചു കൊടുക്കുന്ന വീടുകൾക്ക് 2 ബെഡ്റൂം, ഈ രീതിയിൽ. പിന്നെ അതിന്റെ കൂടെ ഫണ്ടും കൂടെ പറയുന്നുണ്ട്. ഇത്ര ഫണ്ടാണ്, ലീഗിന്റെ ഒരു വീടിന് ഇത്ര രൂപയാണെങ്കിൽ സർക്കാരിന് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ വലിയൊരു കമ്പാരിസൺ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അതായത് അവർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഇതാണ്, അതായത് സർക്കാർ ഖജനാവിൽ നിന്ന് ദൂർത്ത് നടക്കുന്നു, അതായത് ഇതിന്റെ പേരിൽ ചില വെട്ടിപ്പുകളും തട്ടിപ്പുകളും നടത്തുന്നു എന്നുള്ള രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം ഇപ്പം 2 ദിവസമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? ഇതിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രമല്ല, പലർക്കും ഇത് സംബന്ധിച്ചുള്ള മെസ്സേജുകൾ വ്യാപകമായി മുസ്ലിം ലീഗിന്റെ വിങ്ങുകളിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കണം. അതായത് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. അതായത് സർക്കാർ വീടിന് ഉള്ള വലിപ്പം 1000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഒരു 100 സ്ക്വയർ ഫീറ്റ് കൂടുതൽ ഇവർ വെച്ചു കൊടുക്കുന്നുണ്ട്. സർക്കാർ വെച്ചു കൊടുക്കുന്ന 2 മുറിയാണെങ്കിൽ 1 മുറി അധികം മുസ്ലിം ലീഗുകാർ വീട് വെച്ചു കൊടുക്കും. അവർ 28-ാം തീയതി മറ്റോ വീട് വിതരണം ചെയ്യുമെന്നാണ് ആദ്യഘട്ടം. 105 വീടുകളാണ് അവർ മൊത്തം വെക്കുന്നത്. അപ്പം മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ല, ആക്സസിബിലിറ്റി ഉള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ സർക്കാർ വെച്ചു കൊടുക്കുമ്പോൾ അത് ഭയങ്കരമായ വെട്ടിപ്പാണ്. അവിടെ ധൂർത്ത് നടത്തി കുറേ ഫണ്ട് വെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വല്ലാത്തൊരു പ്രചരണം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ നടന്നു വരികയാണ്. ഇതിൻ്റെ വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ സർക്കാർ വീടല്ല വെച്ചു കൊടുക്കുന്നത്. അതാണ് ഈ കമ്പാരിസൺ നടത്തുന്നവർക്ക് അറിയാൻ വയ്യാത്ത കാര്യമാണോ എന്നറിയത്തില്ല. സർക്കാർ വീടല്ല വെച്ചു കൊടുക്കുന്നത്. സർക്കാർ വെച്ചു കൊടുക്കുന്നത് ടൗൺഷിപ്പാണ്. ആ സ്ഥലത്തിന്, അതായത് കൽപ്പറ്റയിൽ നിന്നും വലിയ ദൂരത്തല്ല നിൽക്കുന്ന ആ ഒരു സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ സെന്റിന് 7 ലക്ഷം രൂപയാണുള്ളത്, ഒരു സെന്റിന്. അപ്പോൾ ആദ്യഘട്ടത്തിലൊരു ഈ വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആൾക്കാരൊക്കെ വരുമല്ലോ, സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞിട്ട്, അവരെല്ലാം അവിടെ വിളിച്ചു ചേർത്തു. അവരുടെ എല്ലാം യോഗം ഈ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ അവനെങ്ങനെ ലീഗുകാരും ഉണ്ടായിരുന്നത് അതിനകത്ത്, ഇവരെല്ലാം കൂടെ വിളിച്ചു ചേർത്തിട്ട് അത് 100 വീട് എന്നുള്ള നിലയിൽ അങ്ങനെ വെച്ചു കൊടുക്കാൻ തയ്യാറുള്ളവരുടെ എല്ലാം കൂടെ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. ആ സമയത്ത് 5 സെന്റ് ഭൂമി എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഇതിന്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും പറഞ്ഞു അത് പറ്റില്ല, 5 എന്നുള്ളത് ഉയർത്തണം. അപ്പോൾ അങ്ങനെയാണ് അത് 7 സെന്റ് എന്ന് പറയുന്ന നിലയിലേക്ക് സർക്കാർ എത്തിച്ചത്. അപ്പോൾ വീട് നിർമ്മാണത്തിന് ആദ്യം 30 ലക്ഷം പറഞ്ഞു, പിന്നെ ഇത് 25 ലക്ഷം എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് ഒതുക്കുകയും ചെയ്തു. ഇത് സർക്കാർ മുന്നോട്ട് വെച്ച കാര്യമാണ്. അപ്പോൾ അതായത് ഇതുപോലെ ഒരു എന്താ പറയുക, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഒരിടത്ത് നമ്മളൊരു വീട് വെച്ച് കൊടുക്കുമ്പോൾ പാലിക്കേണ്ട ചില ക്രൈറ്റീരിയകളുണ്ട്. അതായത് ഈ നമ്മൾ എർത്ത് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വീടുകളായിരിക്കണം ഇനി അവർക്ക് വെച്ചു കൊടുക്കേണ്ടത്. കാര്യം ഒരു വീട് വെച്ചു കൊടുക്കുന്ന സമയത്ത് വെറുതെ ഒരു വീട് വെച്ചു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. നാളെ ഒരു ഭൂചലനമോ അതല്ല മറ്റൊരു തരത്തിൽ ഉരുൾപൊട്ടലോ ഉണ്ടാകുമ്പോൾ ഈ വീടും കൂടി ഒലിച്ച് അവർക്ക് നാശനഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ നമ്മൾ വീട് വെച്ചു കൊടുക്കുന്നതിൽ അർത്ഥമില്ല. ഇതാണ് ശരിക്കും സർക്കാർ ഉദ്ദേശിച്ചൊരു സാധനം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ താഴെ മുതൽ അടി മുതൽ അങ്ങ് മുകൾ വശം വരെ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ ആ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും, പില്ലറുകളിലാണ് നിർത്തിയിരിക്കുന്നത്. പില്ലറുകൾ നിർത്തിക്കൊണ്ട് വീട് പണിയുകയാണ്. അത് നല്ല വീതിയിലാണ്. ആ പില്ലറുടെ കണക്ക് ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കൃത്യമായി ഓർക്കുന്നില്ല. അപ്പം നല്ല വീതിയുള്ള പില്ലറുകൾ അടിയിൽ നിന്ന് തന്നെ ഭൂമി തുറന്നിട്ട് അവിടുന്ന് പില്ലറുകൾ വാർത്ത് മുകളിലേക്ക് കൊണ്ടുവന്നു നല്ലൊരു ഗംഭീര സ്ട്രക്ചറാണ് ശരിക്കും സർക്കാർ വെക്കുന്ന വീടുകൾക്കുള്ളത്. അപ്പം മറ്റൊരു കാര്യം, 1000 സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് ശരിയാണ്. 1000 സ്ക്വയർ ഫീറ്റാണ് സർക്കാർ കൊടുക്കുന്നത്. 2 മുറിയും ഒരു കിച്ചൺ, അതുപോലെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ, അതുപോലെ ബാത്റൂമുകളുണ്ട്. ആ ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം ഈ പറയുന്ന പോലെ ഹൈ ക്വാളിറ്റി ബാത്റൂം ഫിറ്റിങ്ങുകളും ഒക്കെയാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രിഫിക്കേഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും അത് എല്ലാം ഈ പറയുന്ന സ്വിച്ചുകൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം മൾട്ടിനാഷണൽ കമ്പനിയുടെ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ഉപയോഗിച്ചിരിക്കുന്ന മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. മുസ്ലിം ലീഗ് ഈ വീട് നിർമ്മാണത്തിനായി പിരിച്ചെടുത്തിരിക്കുന്നത് ഏകദേശം 40 കോടി രൂപയാണ്. അതിനുവേണ്ടി ആവശ്യത്തിന് വേണ്ടി പിരിച്ചത് ഏകദേശം 10-20 കോടി ആൾക്കാരിൽ നിന്നും 40 കോടിയോളം രൂപ പിരിച്ചെടുത്തു എന്നുള്ളതാണ് കണക്ക്.
അപ്പോൾ ഇങ്ങനെ പിരിച്ചെടുത്ത തുക ഉപയോഗിച്ചിട്ടാണ് അവർ വീട് നിർമ്മിക്കുന്നത്. അതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിനെ നമ്മൾ ഹാറ്റ്സ് ഓഫ് ചെയ്തേ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയാത്തത് UDFിൻ്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അതിൽ ജനങ്ങൾക്ക് ആർക്കും അല്ലെങ്കിൽ CPMലുള്ളവർക്കോ അല്ലെങ്കിൽ സർക്കാരിനോ ഒന്നും യാതൊരു എതിരഭിപ്രായമോ മോശപ്പെട്ട യാതൊരു അഭിപ്രായമോ ഇല്ല. പിന്നെ ഈ കമ്പാരിസൺ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സർക്കാരിന് ഇത്ര കോടി രൂപ എങ്ങനെ മുടക്കുമുതൽ വരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു സെന്റിന് 7 ലക്ഷം രൂപ വീതമുള്ള 7 സെന്റ് പ്രോപ്പർട്ടി ഒരാൾ കൊടുക്കുമ്പോൾ ഏകദേശം 49 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി ഫീ അല്ലെങ്കിൽ പ്രോപ്പർട്ടി മാത്രമേ അവരുടെ കൈവശം വരികയാണ്. അതുമാത്രമല്ല, അവിടെയുള്ളവരുടെ പട്ടയം, ആധാരം, റേഷൻ കാർഡ് തുടങ്ങിയ എല്ലാ അവർക്ക് ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരാൾക്ക്, സാധാരണക്കാരെന്ന് പറയുന്നില്ല, ഒരാൾക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും സർക്കാർ രേഖകൾ ഉൾപ്പെടെ അവരുടെ കയ്യിലേക്ക് കിട്ടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് എല്ലാ വകുപ്പുകളെയും ക്രോഡീകരിച്ചുകൊണ്ട് സിവിൽ സപ്ലൈസ് അടക്കമുള്ള വകുപ്പുകളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് അവിടെ പിന്നെ വയനാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാർ. തന്നെയുമല്ല, നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സർക്കാർ ഉദ്ദേശിച്ച ടൗൺഷിപ്പിൽ വീടുകൾ മാത്രമല്ല ഉള്ളത്, റോഡുകളുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഡ്രെയിനേജ്, വാട്ടർ സംവിധാനം, അതോടൊപ്പം തന്നെ ജലസംഭരണി, പിന്നെ പ്ലേ ഗ്രൗണ്ട്, ഹോസ്പിറ്റൽ, പിന്നെ അതോടൊപ്പം തന്നെ പോസ്റ്റ് ഓഫീസ് എന്ന് വേണ്ട ഒരു പ്രദേശത്ത് ഈ പറയുന്ന 100-ലധികം കുടുംബങ്ങൾ, ഏതാണ്ട് 300-400ഓളം കുടുംബങ്ങൾ താമസിക്കുമ്പോൾ അവർക്ക് വേണ്ട എന്തൊക്കെ ഫെസിലിറ്റീസ് ആവശ്യമുണ്ടോ, ബാങ്കോ എന്തും ആയിക്കോട്ടെ, അവർക്ക് ലൈബ്രറിയോ അല്ലെങ്കിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മെഗാ പ്രോജക്റ്റാണ് ശരിക്കും നടത്തിയിരിക്കുന്നത്. നമ്മൾ വീട് വെച്ചു കൊടുക്കാൻ മാത്രമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. സ്ഥലം ഏറ്റെടുക്കുന്നു, റോഡും ലീഗ് റോഡ് നിർമ്മിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ വാട്ടർ കണക്ഷൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി കിണറുകൾ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും അവർ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 8 സെന്റ് പ്രോപ്പർട്ടി അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ 8 സെന്റ് പ്രോപ്പർട്ടി ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഇവർ വാങ്ങിയിരിക്കുന്നത് ഏകദേശം അന്ന് തന്നെ വാർത്തയിൽ വന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മതിപ്പ് വിലയേക്കാൾ 4 ഇരട്ടി കൂടുതൽ കൊടുത്തിട്ടാണ് അത്ര ഈ പ്രോപ്പർട്ടി അവർ മേടിച്ചിരിക്കുന്നതെന്ന് പറയപ്പെടുന്നത്. നമുക്ക് അതിൻ്റെ യഥാർത്ഥ കണക്കുകൾ നമ്മുടെ കയ്യിൽ എങ്കിൽ തന്നെയും 4 ഇരട്ടി അധികം വില കൊടുത്തിട്ടാണ് അവർ ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്നാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ആരൊക്കെ എന്തൊക്കെ വെട്ടീര് നടത്തി എന്നുള്ള കാര്യം പിന്നുള്ളവർക്ക് പിന്നെ അറിയുള്ളൂ. കാര്യം അവിടെ ആ ഭാഗങ്ങളിലൊക്കെ ഏറ്റവും അധികം ഈ പറയുന്ന പോലെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നതെല്ലാം ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലീഗ് പ്രവർത്തകരൊക്കെ തന്നെയാണ് ഇവരുടെ അതിനകത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോഴും ഈ സർക്കാർ വെച്ചു കൊടുത്ത വീട് മാത്രമാണ് എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് ശരിക്കും ഈ രീതിയിലുള്ള ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുമ്പോൾ ആ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡ് കണക്ടിവിറ്റി ഉണ്ടാവണം, അവർക്ക് പുറത്തേക്ക് ആക്സസിബിലിറ്റി ഉണ്ടാവണം. അപ്പോൾ അതിനുള്ള കണക്ടിവിറ്റി ഉണ്ടാവണം, അതോടൊപ്പം തന്നെ ഇലക്ട്രിഫിക്കേഷൻ ഉണ്ടാവണം, ആശുപത്രി സമുച്ചയങ്ങൾ ഉണ്ടാവണം, കുട്ടികൾക്ക് കളിക്കാനുള്ള പ്രത്യേകം ഏരിയകൾ, ഫുട്ബോൾ ഗ്രൗണ്ട് വരെ ഉണ്ടെന്ന് ഇതിനകത്ത്. ഫുട്ബോൾ ഗ്രൗണ്ട് പോലും അതിനകത്ത് കൊണ്ടുവന്നതിന് ആ രീതിയിലാണത് മാനേജ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ലോകോത്തര മാതൃക എന്നുള്ള നിലയിലാണ് ശരിക്കും നമ്മുടെ ഈ വയനാട് ടൗൺഷിപ്പ് അറിയപ്പെടാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഇത് വെറുതെ കുറച്ച് പേരെ താമസിപ്പിക്കാൻ വേണ്ടി തട്ടിക്കൂട്ട് സെറ്റപ്പ് അല്ല ശരിക്കും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാകാത്ത ചില ആളുകളാണ് ഈ രീതിയിലുള്ള പ്രചരണവുമായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കി, ഇതുവരെ കോൺഗ്രസ് എന്ന് പറയുന്നൊരു പാർട്ടി എത്രയാണ് അവിടെ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്? എത്ര വീട് വെച്ചിട്ടുണ്ട് അവർ? വർഷം 1 കഴിഞ്ഞില്ലേ, 2ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പറയുന്നത് വർഷം 1 എടുക്കേണ്ടി വന്നു സർക്കാരിനെ ഇത് കണ്ടെത്താൻ, അല്ലെങ്കിൽ വീട് പണി തുടങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെ വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഒരു വലിയൊരു പ്രചരണം നടത്തുന്നില്ലേ? ആ പ്രചരണം എങ്ങനെയാണ് ശരിയാവുക? കാരണം ഈ ഒരു പ്രോപ്പർട്ടി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ സുപ്രീം കോടതി വരെ പോയി. ആ ഭൂമി ഏറ്റെടുത്ത് അതിനുശേഷം കോടിക്കണക്കിന് രൂപ അവിടെ കെട്ടിവെച്ചതിന് ശേഷമാണ് സർക്കാരിന് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പറ്റിയത്. കഴിഞ്ഞ ഡിസംബറോ അതിന് മുമ്പോ തന്നെ അവർ അതിൻ്റെ ഒരു മാതൃകാ വീടുണ്ടാക്കി കാണിച്ചു. മാതൃകാ വീട് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരാൾക്ക് കൊടുക്കുന്നുണ്ട് ആ വീട്. അപ്പം ഇങ്ങനെ ഇതെല്ലാം ജനങ്ങളെ കാണിച്ചു കൊടുത്തു. അതിൻ്റെ കൺസ്ട്രക്ഷൻ അവിടെ പോയി കാണാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെയല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എന്ത് സാധനവും, ഏത് സാധനവും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ അവിടെ വെട്ടീര് നടത്തി ഈ പണം ദൂർത്തടിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു ദുഷ്പ്രചരണം മാത്രമായിട്ട് കാണാനേ കഴിയുള്ളൂ. അവിടെ പോയി നിൽക്കുമ്പോൾ വയനാട് എന്ന് പറയുന്ന പ്രദേശത്ത്, ആ സ്ഥലത്ത് കൽപ്പറ്റ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പറ്റയാണ് ഈ വയനാട് എന്ന് പറയുന്ന ജില്ലയുടെ ആസ്ഥാനം. വയനാട്ടിൽ വയനാട് എന്ന് പറയുന്ന സ്ഥലമില്ല, അറിയാവോ? വയനാട്ടിൽ വയനാട് എന്ന് പറയുന്നൊരു സ്ഥലമില്ല. അപ്പം അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കൽപ്പറ്റയാണ്. അപ്പം കൽപ്പറ്റ എന്ന് പറയുന്ന ആ ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഈ പ്രോപ്പർട്ടിക്ക് അത്രയും പ്രൈസ് ഉണ്ട്. അപ്പോൾ അത്രയും പ്രൈസ് കൊടുത്തിട്ടാണ് സർക്കാർ ഇത് ഏറ്റെടുത്തിട്ട് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അല്ലാതെ പിന്നെ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ഭൂമി കാണിച്ചു തന്നിട്ട് ദേ ഇതാണ് ഞങ്ങൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമി കേട്ടോ, ഞങ്ങൾ ഇന്ന ദിവസം അവിടെ തറക്കല്ലിടും എന്നല്ല സർക്കാർ പറഞ്ഞത്. ഇപ്പൊ കോൺഗ്രസ്സുകാർ പറയുന്നത് അങ്ങനെയല്ലേ? കുന്നമ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രോപ്പർട്ടി 3.5 ഏക്കർ കണ്ടെത്തി. 3.5 ഏക്കർ 3 ഏക്കർ 24 സെന്റ് പ്രോപ്പർട്ടിയാണ് അവർ കണ്ടെത്തിയത്. എന്ന് വെച്ചാൽ 3.25 ഏക്കർ അവരവിടെ കണ്ടെത്തുന്നു. 3.25 ഏക്കർ കണ്ടെത്തിയിട്ട് പിന്നെ അവിടെ ഇപ്പൊ വേണ്ട ഞങ്ങൾ ഇപ്പൊ ഉടനെ കല്ലിടും ഞാൻ രാഹുൽ ഗാന്ധി ഞങ്ങൾക്ക് ഉടനെ വരുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? എന്നിട്ട് പ്രോപ്പർട്ടി എവിടെ? പ്രോപ്പർട്ടി ആരുടെ പേരിലാണ്? അതിന്റെ ഡോക്യുമെന്റേഷൻ നടന്നിട്ടുണ്ടോ? എത്ര കോടിക്കാണ് അത് നിങ്ങൾ പ്രോപ്പർട്ടി ഏറ്റെടുത്തത്? ഇതുവരെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഇതുവരെ ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ 3.25 ഏക്കർ ഏറ്റെടുത്ത് വാങ്ങി എന്ന് പറയുന്നു, എത്ര കോടി രൂപയ്ക്കാണ് നിങ്ങൾ ഈ 3.25 ഏക്കർ ഭൂമി വാങ്ങിയത് എന്നൊരു ചോദ്യം ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന്റെ വായിൽ നിന്ന് നമ്മുടെ ആ സണ്ണി വക്കീലിന്റെ ചെവിയിലോട്ടൊന്ന് എത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല ആരെങ്കിലും അങ്ങനെ ചോദിക്കുന്നത്, എത്ര കോടിക്കാണ് നിങ്ങൾ വാങ്ങിയത് എന്ന് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്നുള്ള മനസ്സിലാവാത്തത്. അതേസമയം സർക്കാർ ഏറ്റെടുത്ത ഭൂമിയുടെ കണക്കുകളും സർക്കാർ അവിടെ ചെലവഴിക്കുന്ന കണക്കുകളും എല്ലാം ഇന്ന് പബ്ലിക് ഡൊമൈനിലുണ്ട്. അങ്ങനെ ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് ഞങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ അനുസരിച്ച് ഇത് ഒന്ന് KPCCയുടെ വെബ്സൈറ്റിലെങ്കിലും ഇട്ട് ഒന്ന് നാട്ടുകാരെ കാണിക്കാൻ ഇവർക്ക് ചങ്കുറപ്പുണ്ടോ? വെല്ലുവിളിയാണ്. യൂത്ത് കോൺഗ്രസിന് വെബ്സൈറ്റ് ഉണ്ട്, ഈ പറയുന്ന KPCCക്കും ഉണ്ട്. ഇവർക്ക് ധൈര്യമുണ്ടോ? ഇത്ര കോടി രൂപ ഞങ്ങൾക്ക് പിരിഞ്ഞു കിട്ടി, അത് ഇത്ര കോടി രൂപ എടുത്ത് ഞങ്ങൾ പ്രോപ്പർട്ടി വാങ്ങി, ഇനി അവിടെ വൃത്തിയാക്കൽ ഇത്ര കോടി ചിലവായി, ഇങ്ങനെ ഒരു ഇനവിവരം തിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കോൺഗ്രസ്സുകാർക്ക് ചങ്കുറപ്പുണ്ടോ? വെല്ലുവിളിയാണ്. അങ്ങനെയാണെന്ന് നിങ്ങൾ നിങ്ങളുടെ KPCCയുടെ പബ്ലിക് ഡൊമൈനിലേക്ക് ഇടൂ, എന്നിട്ട് പിന്നെ നാട്ടുകാരെ അറിയിക്കൂ, അതല്ലേ വേണ്ടത്. എന്നിട്ട് അതിന്റെ പ്രോപ്പർട്ടി ഡോക്യുമെന്റ് കൊടുക്കാമല്ലോ. ഞങ്ങൾ ആരുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത്? ഒരുപക്ഷെ KPCC അധ്യക്ഷന്റെ പേരിലായിരിക്കും ആ പ്രോപ്പർട്ടി എഴുതി വെക്കുക. അങ്ങനെ ഒന്ന് പ്രദർശിപ്പിക്കാൻ ഇവർക്ക് തന്റെ ഇടമുണ്ടോ? ഇല്ല. ഇനിയും പറയുന്നത് അവിടെ 100 വീട് വെക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ഇതിന്റെ ടെക്നിക്കൽ പ്രോബ്ലം പറഞ്ഞതാണ്. അവിടെ 100 വീട് വെക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരാൾക്ക് 3.25 സെന്റ് പ്രോപ്പർട്ടി വരുള്ളൂ. ഇപ്പോഴത്തെ 100 വീട് അവിടെ തന്നെയാണെങ്കിൽ അപ്പം 3.25 സെന്റ് പ്രോപ്പർട്ടിയിൽ ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം. ആ വീടിനൊരു മുറ്റം ഉണ്ടാവണം, പിൻഭാഗത്ത് സ്പേസ് ഉണ്ടാവണം, 2 സൈഡിലും സ്പേസ് ഉണ്ടാവണം. അങ്ങനെ ഒരെണ്ണം. പിന്നെ അതോടൊപ്പം തന്നെ ഇത്രയും വീടുകൾ വെക്കുമ്പോൾ അവിടെ റോഡ് സൗകര്യങ്ങൾ ഉണ്ടാവണം. ഇതിനൊക്കെ ഉള്ള സ്പേസ് മാറ്റിയിട്ടിട്ടേ വീട് വെക്കാൻ പറ്റുള്ളൂ. കണക്ടിവിറ്റി ഇല്ലെങ്കിൽ പിന്നെ വീട് വെച്ചിട്ട് എന്തോ കാര്യം? അപ്പോൾ അവിടെ വേണ്ടത് എന്താണ്? അവിടെ ഇപ്പോൾ വേണ്ടത് ഇനിയും സ്പേസ് എടുക്കേണ്ടി വരും. 100 വീട് വെക്കണമെങ്കിൽ സ്പേസ് എന്ന് പറയാൻ അവർ പറഞ്ഞ് ഇനി 4.5 ഏക്കറോ മറ്റോ ഇനി അവർ പർച്ചേസ് ചെയ്യാൻ പോകണമെന്നാണ് പറയുന്നത്. അത് എവിടെയാണ് ആ 4 ഏക്കർ അവർ കണ്ടുവച്ചിരിക്കുന്നത്? ആ കണ്ടുവച്ച് അതിൻ്റെ നീക്കുപോക്കുകളോട്ട് അവരെപ്പോഴാണ് പോകുന്നത്? അതിന് എത്ര കോടിയാണ്? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. 7.25 കോടി പ്രോപ്പർട്ടി മേടിച്ചിട്ട് 100 വീട് വെച്ച് കൊടുക്കാൻ പോവാം. സർക്കാർ 400 വീടുകൾ വെച്ച് കൊടുക്കുന്നു ഇപ്പോൾ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ 100 വീടുകൾ 105 വീടുകൾ നമ്മുടെ മുസ്ലിം ലീഗ് വെച്ച് കൊടുക്കുന്നു. ഇത് കൂടാതെ മറ്റ് എന്താ പറയുക, തമിഴ്നാട് ജമാഅത്ത് മറ്റോ ആണെന്ന് തോന്നുന്നു, അവിടുത്തെ ഒരു അസോസിയേഷൻ അവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടെല്ലാം കൂടെ കൊണ്ട് വയനാട് നിറയുമല്ലോ. പിന്നെ ഈ കോൺഗ്രസ് വീട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ തന്നെ ഇപ്പൊ സംസ്ഥാന സർക്കാരിന്റെ 400, ഇപ്പൊ 500 വീടായി. 505 വീടോളം ഇപ്പൊ ആകാൻ പോവാണ്. അതായത് മുസ്ലിം ലീഗിന്റെ വീട് തീരുമ്പോൾ. ഇത് കൂടാതെ 10-30 സെന്റ് പിന്നെ എറണാകുളം ജുമാ മസ്ജിദ് അവർ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഏകദേശം ഒരു 700-800 വീടുകൾ ആ ഒരു പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ? ഇപ്പോൾ ലോട്ടിട്ടിട്ടാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇവർക്കെല്ലാം വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമായി നമ്മൾ കാണേണ്ടത്. പക്ഷേ മുസ്ലിം ലീഗിന്റെ ഇതിനെ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. അവരുടെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ ലീഗ് ചെയ്ത് ഏറ്റവും പുണ്യമായ ഒരു പ്രവൃത്തി തന്നെയാണ്. അക്കാര്യത്തിൽ ലീഗിനെ നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ രീതിയിലുള്ള കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ, കള്ളത്തരമല്ല സത്യസന്ധമായി ഇങ്ങനെ താരതമ്യം നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ പ്രദർശിപ്പിക്കുമ്പോൾ തീർച്ചയായും വസ്തുതകൾ കൂടി അടിയിൽ ചേർക്കേണ്ടതാണ്. സർക്കാർ എന്താണ് അവിടെ ചെയ്തത്? കാര്യം നമ്മൾ കുറച്ച് കാണുന്നില്ല. മുസ്ലിം ലീഗ് വീട് വെച്ചതിന് നമ്മളാരും കുറച്ച് കാണുന്നില്ല. അതുപോലെ തന്നെ സർക്കാർ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്, സർക്കാർ ടൗൺഷിപ്പ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് വേണമായിരുന്നു ഈ രീതിയിൽ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന തരത്തിലുള്ള ഈ ഒരു ഇമേജ് പുറത്തുവിടുന്നതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.